നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര ബജറ്റിന് തൊട്ടു മുമ്പുള്ള വ്യാപാര ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 2300 മുകളിലാണ് സെൻസെക്സിന്റെ ക്ലോസിംഗ് ഉണ്ടായത്. 7000 തൊട്ട് മുകളിൽ നിഫ്റ്റിയും ക്ലോസ് ചെയ്തു. ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം വെള്ളിയാഴ്ചയും വിപണിയിൽ ഉണ്ടായി. ഏറ്റവും പ്രധാനമായും എല്ലാവരും കാത്തിരിക്കുന്നത് പുതിയ ബജറ്റ് എന്ത്, ബജറ്റിന്റെ വിപണിയുടെ പ്രതീക്ഷകൾ, ഒപ്പം തന്നെ ബജറ്റ് വരും നാളുകളിലും വിപണിക്ക് എത്രത്തോളം ഉയർച്ച നൽകും എന്ന കാര്യങ്ങളാണ്. ഈ എപ്പിസോഡിന് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ബജറ്റ് സാധ്യതകൾ സംബന്ധിച്ച് തന്നെ. അതുപോലെ ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ചയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. നിരവധി പ്രതീക്ഷകൾ ബജറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ട്. ഈ ബജറ്റ് വിപണിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യം ആദ്യം പരിശോധിക്കാം. തുടർന്ന് ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് പോകാം. ഭുവനേന്ദ്രൻ, എല്ലാവരുടെയും പ്രതീക്ഷ ബജറ്റിലാണ്. എന്തായിരിക്കും വിപണിയുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്ടേഷൻ? പ്രത്യേകിച്ചും എക്കണോമിക് സർവേയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. വളർച്ചാ നിരക്ക് ഭേദപ്പെട്ട വളർച്ചാ നിരക്കിലേക്ക് രാജ്യം എത്തുന്നു എന്ന സൂചനയുണ്ട്. പൊതുവെ സമ്പദ് വ്യവസ്ഥ താരതമ്യേന ഭേദപ്പെട്ട ഒരു ചിത്രം വരച്ചു കാണിക്കുന്നുമുണ്ട്. ഓവറോൾ ഇന്ത്യൻ എക്കണോമി റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. പക്ഷേ ബജറ്റിനെ കുറിച്ച് മാർക്കറ്റിന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നേരത്തെയും അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ലായിരുന്നു. പ്രധാനമായിട്ടും ഈ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള ബാങ്കിങ് സെക്ടർ, അതിൻ്റെ NPA കൺസേൺ അത് തന്നെയാണ് ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ റീക്യാപിറ്റലൈസേഷൻ്റെ ഭാഗമായി അല്ല ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ഫണ്ട് ഈ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കാം ആ ബാങ്കിങ് സെക്ടറിൻ്റെ ഓവറോൾ എനിക്കൊന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ഒക്കെ തന്നെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ് തീരുമാനിക്കുന്നത്. കാരണം വളരെയധികം ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തന്നെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അലോക്കേഷൻ വരികയാണെങ്കിൽ ആ സെക്ടറിലൊരു അപ്പ് മൂവ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഓവറോൾ മാർക്കറ്റിലും ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമുക്ക് കാണാം. അതല്ലാതെ പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 3 years കൊണ്ടുവരുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ മാർക്കറ്റ് നിലനിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോളിന് മാർക്കറ്റ് സാക്ഷ്യം വഹിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ രീതിയിൽ ഗവൺമെൻറ് അങ്ങനെ ഒരു ഡിസിഷൻ മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും മാർക്കറ്റിനെ ഈ ബജറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിനില്ല. എന്താണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം? പൊതുവെ ബജറ്റ് വിപണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ബജറ്റിൽ വിപണി വലിയ പ്രതീക്ഷ നൽകാത്തത്? ഈ ബജറ്റിലും അതിന് ലാസ്റ്റ് ബജറ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് ബജറ്റ് ഇതിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും മാർക്കറ്റിനില്ലായിരുന്നു. ഈ ഒരു ഗവൺമെന്റിന്റെ പ്രത്യേകതയായിരിക്കാം അതാത് സമയങ്ങളിൽ ഓരോരോ ഇഷ്യൂ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ റെയിൽവേ ബഡ്ജറ്റിൽ അത് തന്നെയാണ് കണ്ടത്. അതാത് സമയങ്ങളിൽ ഓരോ ഇഷ്യൂ അതിനു വേണ്ടിയുള്ള അലോക്കേഷൻ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകുക എന്നുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ എടുക്കൂ. നമുക്കറിയാം പബ്ലിക് സെക്ടർ ബാങ്കിൽ ക്ലീനിങ് പ്രോസസ്സ് ലാസ്റ്റ് 6 months ബാക്ക് അത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇപ്പോൾ 24 ലിസ്റ്റ് ചെയ്ത ബാങ്കുകളുടെ NPA എന്ന് പറഞ്ഞാൽ 3.93 lakhs crore ആണ്. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അത് ലോങ് റണ്ണിൽ വളരെ നല്ലതാണ്. പക്ഷേ ആ ഗവൺമെൻറ് എടുത്തു. ഇത് തന്നെ വളരെ പൊളിറ്റിക്കലായുള്ള ഇൻവോൾവ്മെൻറ്റ്, പല കമ്പനികൾക്ക് ലോൺ കൊടുത്തു. അതൊക്കെ തന്നെ വലിയൊരു കൺസേൺ തന്നെ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബാങ്കിങ് സെക്ടർ ഇത്രത്തോളം തകരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കമ്പനികൾക്ക്, നമുക്കറിയാം വിജയ് മല്യ പോലെ അങ്ങനെ എത്രയോ കമ്പനികൾ, ക്രിക്കറ്റ് 2020 പോലെ അങ്ങനെ പല കമ്പനികൾക്കും ഇങ്ങനെയുള്ള ലോണുകൾ കൊടുത്ത് അത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. അങ്ങനെയാണ് ഇത്രയും ഹ്യൂജ് NPA ബാങ്കുകൾക്കൊക്കെ വന്നത്. അപ്പം അത് ഗവൺമെൻറ് സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പം അതിന് അലോക്കേഷൻ എങ്ങനെ വരും? അതേസമയത്ത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നോക്കൂ, 46 crore മാത്രമേ ഈ NPA ആയിട്ടുള്ളൂ. പക്ഷെ അതും കുറേയധികം തിരിച്ചു പിടിക്കാനുള്ള മൂവ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു കൺസേൺ തന്നെയാണ്. പലപ്പോഴും അതാത് സമയങ്ങളിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഓവറോൾ ഗ്ലോബലി തന്നെ ഒരു ക്രൈസിസിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബജറ്റിനെ കുറിച്ച് അങ്ങനെ അധികം ഉറ്റുനോക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തു പോകുന്നുണ്ടും ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ തന്നെ ഫോൾ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ വന്നിരിക്കുന്ന ഒരു ക്രൈസിസ് കൊണ്ടല്ല, ഗ്ലോബലി വന്നിരിക്കുന്ന ഒരു ക്രൈസിസ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ FISന്റെ വിഡ്രോവൽ. ഇതാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ എഫക്ട് ചെയ്ത്. ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞല്ലോ ബെറ്റർ GDP, ഇൻഫ്ലേഷൻ, ഇതൊക്കെ ശരി തന്നെ. ഇന്ത്യയുടെ ഇക്കണോമിക് സിറ്റുവേഷൻ നല്ല ഷേപ്പിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഫോളിൻ്റെ പ്രധാന റീസൺ ഒന്ന് FISന്റെ വിഡ്രോവലും, 2 ഈ ബാങ്കിങ് സെക്ടറിലുണ്ടായിരുന്ന ക്ലീനിങ് പ്രോസസ്സ് തന്നെയാണ്. കോമൺ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ബാങ്കിങ് സെക്ടറെല്ലാം തന്നെ 50% കറക്റ്റ് ചെയ്തിരിക്കുക കഴിഞ്ഞ 6 മാസം കൊണ്ട്. അത് വലിയൊരു ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെ. വിപണിയുടെ ബജറ്റ് പ്രതീക്ഷകളാണ് ഭുവനേന്ദ്രൻ ആദ്യഘട്ടത്തിൽ പങ്കുവച്ചത്. ഇനി ഇലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. ആദ്യം ശ്രീ ജിനീഷിന്റെ മെയിൽ. ഒപ്റ്റോ സർക്യൂട്ടാണ് അദ്ദേഹം പ്രധാനമായും ചോദിക്കുന്ന സ്റ്റോക്ക്. ഏകദേശം 50% അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം ചില സ്റ്റോക്കുകളെ കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നു. സിൻഡെക്സ്, പ്രകാശ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്നോമാൻ.
സ്റ്റോക്കുകൾ ഒപ്റ്റോ സർക്യൂട്ട് ഷാർപ്പായിട്ടുള്ള ഫോൾ, ലോസ് മേക്കിംഗ് ആണ്. വളരെയധികം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക തന്നെ നല്ലത്. കാരണം കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. 7 and 5 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 16 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. സിൻഡെക്സ് ആണ്. സിൻഡെക്സ് സൗണ്ട് ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഷാർപ്പായിട്ടുള്ള ഫോൾ ഈ സ്റ്റോക്കിലും സംഭവിച്ചു. അഗൈൻ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 60 ആണ്. വീണ്ടും മാർക്കറ്റിൽ ഫോൾ സംഭവിക്കുകയാണെങ്കിൽ 45. ഇപ്പോൾ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ബജറ്റിനെ കുറിച്ചില്ലെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനൊക്കെ 1 year എന്നുള്ളത് 3 years ഒക്കെ വരികയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ മാർക്കറ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വീക്കാണ്. FIs കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിലാണ്. അത് ഹ്യൂജ് ക്വാണ്ടിറ്റി ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ലിംഗ് സൈഡിലാണ്. അതിനനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലില്ല. അപ്പോൾ ഓവറോൾ വീക്കായി നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ ബഡ്ജറ്റിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനോട് ഓവർ റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ ഒരു ബീറ്റൻ ഡൗൺ ആണ്. അവിടെ എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസാണ് വരുന്നതെങ്കിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി ആ സെക്ടറിലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നെക്സ്റ്റ് വീക്കിൽ. വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം FIസിൻ്റെ വിഡ്രോവൽ, ഗ്ലോബൽ സിറ്റുവേഷൻ എല്ലാം തന്നെ ഒരു മോശം ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നല്ലത്. ദെൻ പ്രകാശ് ഇൻഡസ്ട്രീസ് ആണ്. ഒരു അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല ഈ കമ്പനി. അതുകൊണ്ട് തന്നെ ഒരു റീസ്ട്രക്ചറിങ് പാതയിലാണ്. 22 and 16 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്നോമാൻ, അവരുടെ മാനേജ്മെൻറ്റിലായിരുന്ന ചേഞ്ച്, അതുപോലെ തന്നെ സെയിൽസ് ഡൗൺ, ഇതൊക്കെ തന്നെ ഷോർട്ട് ടൈം ഈ സ്റ്റോക്ക് വലിയൊരു സെല്ലിംഗ് മോഡിലേക്ക് മൂവ് ചെയ്തു. അഗൈൻ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് 45 ആണ്. 45 and 40 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരൊക്കെ തന്നെ ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുക. ഒരു 1 year ടൈം ഫ്രെയിമിന് കൂടി തന്നെ ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ ഈ 3 സ്റ്റോക്കും എടുത്താൽ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല ഈ സ്റ്റോക്കുകളൊന്നും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സെക്ടർ, അതുപോലെ തന്നെ ഇപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ നേരിട്ട പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ അടുത്ത കത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്ത് ശ്രീ ബിജോ ജോസഫിൻ്റെതാണ്. അദ്ദേഹത്തിന് അറിയേണ്ട 3 സ്റ്റോക്കുകൾ: പ്രാജ് ഇൻഡസ്ട്രീസ്, സാക്സോഫ്റ്റ് ആൻഡ് ആക്സിസ് കാഡ്സ്. പ്രാജ് ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഒരു സീസണൽ സ്റ്റോക്കാണ്. 60 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ സാക്സോഫ്റ്റ്വെയർ ആണ്. ലോ വോളിയമാണ്. ഒന്നുകിൽ അപ്പർ സീലിംഗ് അല്ലെങ്കിൽ ഡൗൺ സീലിംഗ്. അതുകൊണ്ട് കുറച്ച് കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക്. പക്ഷെ ഒരു വോളിയം വളരെ ലോ ആയതുകൊണ്ട് കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 150 and 120, 250 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് കാഡ് എഞ്ചിനീയറിംഗ് ആണ്. സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 170 and 150 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 260 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ പരിഗണിക്കുമ്പോഴും കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട് റൺ സ്റ്റോക്കൊക്കെ തന്നെ എല്ലാ സ്റ്റോക്കുകളും വളരെ ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുക. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിങ്ങിൽ ആക്സിസ് ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് വളരെ എനിക്കൊന്ന് 60% കറക്റ്റ് ചെയ്തു ലാസ്റ്റ് 6 monthsനുള്ളിൽ. അതിൽ മാരുതി ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ടാറ്റ സ്റ്റീൽ, ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള വളരെ ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ തന്നെ വളരെ ഡീപ്പ് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വരുന്ന ഒരു 3 to 4 months എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ സന്തോഷ് കുമാറിൻ്റെ മെയിലാണ്. കേരളം കൊച്ചി ആസ്ഥാനമായ കിറ്റക്സ് ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. 620 ലെവലിലാണ് അദ്ദേഹം ഈ സ്റ്റോക്ക് ബൈ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി സ്റ്റോക്കിൽ കാണുന്നു. ഈ വർഷം തന്നെ 980,000 അടുത്ത് വരെ മൂവ് ചെയ്തതിന് ശേഷമാണ് ബിലോ 400 ആണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അഗൈൻ 320 and 280 ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് ലെവലാണ്. ചിലപ്പോൾ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചാൽ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 320 ലെവൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ദെൻ 280 അവിടുന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്.
450 ആണ്. എന്തായാലും ഈ സ്റ്റോക്ക് അടുത്ത കറക്ഷനോട് കൂടി ഇദ്ദേഹം ആവറേജ് ചെയ്യണം. കാരണം അദ്ദേഹത്തിൻ്റെ ബൈങ് 650 റേഞ്ചിലാണ്. അതുകൊണ്ട് ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊരു ഹൈ ബീറ്റ സ്റ്റോക്കും അതിന് ഹൈ റിസ്ക്കും നിലനിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ ആയിരിക്കും നല്ലത്. കാരണം നമുക്കറിയാം വളരെ ലോവർ വാല്യൂവിൽ നിന്നും 1000 ലെവലിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഓൾമോസ്റ്റ് 60% ഈ സ്റ്റോക്കും കറക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ചാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഓൾറെഡി 650ക്ക് ബൈ ചെയ്തു. അതുകൊണ്ട് അടുത്തൊരു കറക്ഷനിൽ വീണ്ടും റീ എൻട്രി ചെയ്ത് റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഈ റിസൾട്ടിന് മുമ്പ് തന്നെ 380 വരെ വന്നതിന് ശേഷം വീണ്ടും റിസൾട്ടിന് ശേഷം 480 490 വരെ മൂവ് ചെയ്തു. വീണ്ടും അത് 380 ലെവലിലേക്ക് കറക്റ്റ് ചെയ്തു വന്നു. അടുത്തൊരു കറക്ഷനോട് വീണ്ടും റീ എൻട്രി ചെയ്യുക, വീണ്ടും റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അത് ഈ സ്റ്റോക്കിൽ നിന്നല്ല, അടുത്തൊരു 3-4 മന്ത്സിനുള്ള ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ്. ഓരോ ഷാർപ്പായിട്ടുള്ള ഫോളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് ആ കിട്ടുന്ന 5 to 6 അല്ലെങ്കിൽ 5 to 10% പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റിൽ മാറി വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. 450 ആണ് കിറ്റെക്സിൻ്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ്. ഈ 450 വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 500 ലെവൽ വരെ പോകാം. അതുകൊണ്ട് ആ സെല്ലിംഗ് ഡിസിഷൻ 320 ലെവൽ ബൈങ് നടക്കുകയാണെങ്കിൽ മാത്രം 450 ലെവലിൽ എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്ന ശ്രീ നിഷാദിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ BHEL, സെയിൽ, വേദാന്ത, ഹിൻഡാൽകോ, എൽഡർ ഫാർമ, GVK പവർ. ഇതിൽ BHEL വളരെ ഷാർപ്പായുള്ള കറക്ഷൻ. ഈ വർഷത്തെ ഹൈ എന്ന് പറയുന്നത് 290 ലെവൽ വരെ കഴിഞ്ഞ ബജറ്റിന് ശേഷമാണ് ഒരു റൈഡ് വന്ന് അതിനുശേഷം കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. പ്രത്യേകിച്ച് ലാസ്റ്റ് 3-4 മന്ത്സ് കൊണ്ട് തന്നെ വളരെ ഷാർപ്പായുള്ള ഫോൾ 100 ബിലോയിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 90 and 75 രണ്ട് സപ്പോർട്ട് ലെവൽ, 130 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സെയിലും ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. അതുപോലെ മെറ്റൽ സെക്ടറിലെല്ലാം തന്നെ ആ ഒരു സെൽ ഓഫ്, ചൈനയുടെ സ്ലോ ഡൗൺ ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പ്രശ്നം. ക്രൂഡ് ഓയിൽ ഫോളോ എല്ലാം ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് ഒക്കെ തന്നെ ഈ സെക്ടറിലും എഫക്റ്റ് ചെയ്തു. സെയിൽ 32 and 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 25 വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും സർപ്രൈസ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മാത്രമേ ഈ കറണ്ട് ലെവലിൽ നിന്നൊരു റൈഡ് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ പോലും ഗ്ലോബലി ക്രൈസിസ് നിലനിൽക്കുന്നതുകൊണ്ടും FISന്റെ വിഡ്രോവൽ വരുന്നതുകൊണ്ടും വീണ്ടും ഡൗൺഫോളിനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നല്ലത്. ലിവറേജ് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും നല്ലത്. പുതുതായി മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ ഹയർ വാല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോൾ ആ സ്റ്റോക്ക് ആവറേജ് ചെയ്ത് റീ എൻട്രി ചെയ്ത് പഴയ സ്റ്റോക്കിൻ്റെ ആവറേജ് കുറച്ച് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വൺ സൈഡ് റാലി മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അതിന് ഉള്ളിൽ തന്നെ 10 to 15% മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ പഴയ സ്റ്റോക്കിൻ്റെ ആവറേജ് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഈ വർഷത്തേക്ക് നല്ലത്. ദെൻ വേദാന്ത സെയിൽ 45 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ വേദാന്ത ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 60 and 50 വാല്യൂഷൻ വളരെ ഫെയർ ആണ്. ഈ ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ 60 സെയിം, സെയിൽ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ സെയിം കാറ്റഗറി തന്നെ. 60 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഹിൻഡാൽക്കോയുടെ വാല്യൂഷൻ വളരെ ഫെയർ ആണ്. ഒരു പുതിയതായി പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു വാല്യൂഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ദെൻ എൽഡർ ഫാർമ 25 and 15 എന്ന് പറയുന്നത് വീണ്ടും ഫോൾ സംഭവിക്കുകയാണ്. ആ ലെവൽ വരാനുള്ള സാധ്യത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്കല്ല. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഈ സ്റ്റോക്കിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GVK പവർ ആണ്. അതും ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. അതും റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 6 and 4 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 10 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ഈ ആഴ്ച പരിഗണിക്കുന്ന ലെറ്ററൊക്കെ തന്നെ ഒരു സ്റ്റോക്കും അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. അപ്പോൾ എല്ലാ നിക്ഷേപകരും കുറച്ചുകൂടെ സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്ന ഒന്നായിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ചീപ്പർ വാല്യൂഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി.
മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ ഭുവനേന്ദ്രൻ പറഞ്ഞു നിർത്തിയിരുന്നു, ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളിലേക്ക് തന്നെ മാറണം. കാരണം പ്രത്യേകിച്ചും വിപണിയിൽ ഇത്തരത്തിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന്. അത്തരം ചില സ്റ്റോക്കുകൾ കഴിഞ്ഞ എപ്പിസോഡിലും മാർക്കറ്റ് വാച്ച് സജസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ സ്റ്റോക്കുകൾ ഈ എപ്പിസോഡിൽ നൽകും. ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഫോൾ വരും, റിക്കവറിയും വളരെ ഷാർപ്പായിരിക്കും. എന്ന് വെച്ചാൽ ഫെമിലിയർ സ്റ്റോക്കിലാകുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി വളരെയധികം കിട്ടാനുള്ള സാധ്യത. ഇതിൽ ആദ്യമായിട്ട് ഇമാമി ഫണ്ടമെന്റലി സൗണ്ട് ആണ്, വാല്യുവേഷൻ ഫെയർ ആണ്. 950 and 820 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ ലെവൽ ഓൾമോസ്റ്റ് 22% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് വളരെ സൗണ്ട് തന്നെയാണ്. ദെൻ റിലയൻസ് ക്യാപിറ്റലാണ്, ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 300 and 250 ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസിലും ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. ഈ ബജറ്റിൽ ഏതെങ്കിലും ഹൗസിംഗ് ഫിനാൻസ് റിലേറ്റഡ് കമ്പനികൾക്ക് ചിലപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ചില ന്യൂസുകൾ വരാനുള്ള സാധ്യത അത് പരിഗണിക്കുമ്പോൾ, ഇപ്പോഴത്തെ വാല്യുവേഷനും പരിഗണിക്കുമ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് ഒരു ഷുവർ ബെറ്റ് തന്നെയാണ്. 380 and 300. ഇവിടെ ഞാൻ 300 എന്ന് പറയുന്നത് വീണ്ടും മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് 380 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ചിലപ്പോൾ ആ ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കാം. ദെൻ DHFL ആണ്, സെയിം സെക്ടർ. 140 and 110, 152 ആണ് ഇപ്പോൾ നടക്കുന്ന 150 റേഞ്ചിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നതാണ്. ദെൻ ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് 17,500, ദെൻ 16,000 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ അശോക് ലേലാൻഡ് 80 and 72. അശോക് ലേലാൻഡ് 92 മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കറക്ഷൻ നേരിട്ടു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും 7,250-60 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. അതിനുശേഷം മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിച്ചു, വോളട്ടിലിറ്റി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്കും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൾ സംഭവിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അതോടൊപ്പം നമ്മൾക്കൊരു 5 to 6% അല്ലെങ്കിൽ 10% ഗെയിൻ കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറുന്ന ഒരു സ്ട്രാറ്റജി, അത് വളരെയധികം കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിനെ സമീപിക്കണം. ദെൻ BEML ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും വളരെ ഫെയർ തന്നെയാണ്. 920 and 780. അങ്ങനെ വോളട്ടിലിറ്റി വരികയാണെങ്കിൽ, കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 950 എന്ന് 780യിലേക്ക് വലിയ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഒരു റീസൺ, മാർക്കറ്റ് ചിലപ്പോൾ നമുക്കൊരു 6,000 ബിലോ പോകില്ല എന്നൊന്നും ഒരിക്കലും നിഫ്റ്റി പറയാൻ സാധിക്കില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഈ ലെവലിലേക്ക് വരാം. അതുകൊണ്ട് രണ്ട് സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. തിങ്കളാഴ്ചത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് വിപണി. ബജറ്റിൽ വിപണി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല എങ്കിൽ പോലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ബജറ്റായിരിക്കും എന്നും തർക്കമില്ല. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ കത്തുകൾ അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.